മാറ്റാൻ ആളുണ്ടോ എന്ന് ചോദിച്ചില്ലേ, മറ്റാരുണ്ട് എന്ന് ചോദിച്ചില്ലേ, ഞങ്ങളുണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ. ടീം UDF കേരളം ജയിച്ചു, ഇനി UDF നയിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഈ പോസ്റ്റിലൂടെ അദ്ദേഹം ഒരു മധുര പ്രതികാരമാണ് തീർത്തിരിക്കുന്നത്. വനവാസത്തിന് പോയി എന്ന് പറഞ്ഞവരോടെല്ലാം തന്നെ ഈ പറഞ്ഞവരെ എല്ലാം തിരികെ മറ്റൊരു വനവാസത്തിന് പറഞ്ഞയക്കാൻ സാധിച്ചതിന്റെ സന്തോഷം കൂടിയാണ് VD സതീശൻ ഈ പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ UDF മുന്നോട്ട് വെച്ച ആത്മവിശ്വാസം അത് ശരിവെക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വിജയത്തിന്റെ ആവേശം പങ്കുവച്ചിരിക്കുന്നത്. കേരളം വിജയിച്ചിരിക്കുകയാണ് എന്നും ഇനി UDF നാടിനെ നയിക്കുമെന്നും സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 100-ലധികം സീറ്റുകൾ, അതിൽ മികച്ച ഭൂരിപക്ഷത്തോടെ മുന്നേറുകയാണ് ഇവിടെ UDF. 34 മാത്രമാണ് LDF വന്നിരിക്കുന്നത്. മാത്രമല്ല നേമത്തും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലും BJP ഇവിടെ ജയം ഉറപ്പിച്ചു. കേരളം ഉറ്റുനോക്കിയിരുന്ന തിരഞ്ഞെടുപ്പ് ദിനമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന നിർണായക നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആദ്യഘട്ട ഫല സൂചനകൾ പുറത്തു വന്നപ്പോൾ അവിടെ മുന്നണികൾ തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ LDF ഇവിടെ കടപുഴകി വീഴുകയും എന്നാൽ UDF തരംഗം ഇവിടെ ഉറപ്പിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് പിന്നീടുള്ള ഫലസൂചനകൾ അത് ലക്ഷ്യം വെക്കുന്നതായിരുന്നു. മാത്രമല്ല ഒരു വശത്ത് LDF ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് രംഗത്തിറങ്ങിയപ്പോൾ മറുവശത്ത് UDF ആകട്ടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് അവർ രംഗത്ത് വന്നത്. കൂടാതെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി, അതായത് BJP നേതൃത്വത്തിലുള്ള NDAയും പല മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്താൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. വോട്ടെണ്ണലിന്റെ ഓരോ റൗണ്ടും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങളും എന്നാൽ ചിലയിടങ്ങളിൽ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് തിരഞ്ഞെടുപ്പിനെ കൂടുതൽ ആവേശഭരിതമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മുഖ്യ നേതാക്കളുടെ നിലപാടുകളും ആ ഒരു ഫലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി മാറുന്നു. ഭരണ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ LDF പ്രചരണത്തിന് അല്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയതെങ്കിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്ന വാദമായിരുന്നു UDF ഇവിടെ രംഗത്തിറക്കിയത്. അതേസമയം NDA ദേശീയ രാഷ്ട്രീയത്തിന്റെ ശക്തി അവിടെ സംസ്ഥാനത്തേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും യുവജനങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ ഒരു പങ്കാളിത്തം ഇത്തവണ കൂടുതൽ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരുടെ ഒരു വലിയൊരു നിര തന്നെ നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഉയർന്ന പോളിംഗ് ശതമാനം തന്നെ ജനങ്ങളുടെ രാഷ്ട്രീയ ആ ഒരു ജാഗ്രതയും മാറ്റത്തിനുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു. ഫലം പൂർണ്ണമായും തന്നെ പുറത്തു വരാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം ഇവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ് എന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.